Hare Krishna, Krishna Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. Om Namo Bhagavate Vasudevaya. Hare Krishna, thank you. Super ആയിട്ടുണ്ട്. Okay. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Shilpamadaji, Om Ajnanatimirandasya ചൊല്ലിക്കോളൂ. Om Ajnanatimirandasya Jnananjanashalakhaya Chakshurumilitam Yena Tasmai Shri Gurave Namaha. Shri Chaitanya Manobhishtam Sthapitam Yena Bhutale Swayam Rupa Kada Mahyam Dadati Swapadantikam Vandeham Shri Guru Shri Yuta Padakamalam Shri Guru Vaishnavamscha Shri Rupam Sagrajatam Sahagana Raghunathanvitam Tam Sajivam Sadvaitam Savadutam Parijana Sahitam Shri Krishna Chaitanya Devam Shri Radha Krishna Padan Sahagana Lalita Shri Vishakhanvitamcha. He Krishna Karuna Sindhu Dina Bandhu Jagatpate Gopesha Gopika Kanta Radha Kanta Namostute Tapta Kanchana Gaurangi Radhe Vrindavaneshwari Rishabhanusute Devi Pranamami Haripriye Vancha Kalpatarubhyascha Kripa Sindhubhya Evacha Patitanam Pavanebhyo Vaishnavebhyo Namo Namaha. Jai Shri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhara Shri Vasadi Gaura Bhakta Vrinda. Hare Krishna 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 Hare 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 Rama 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 Hare Hare. Mukam karoti vachalam pangum langhiyate girim yatkripātamaham vande paramanandamaādhavam Narayanam namaskritya naram jiva narottamam devim saraswatim vyasam tato jayamudire. Om Tat Sat. Hare Krishna. ഭഗവത്ഗീതയുടെ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. മൂന്നാമത്തെ അധ്യായം നമ്മൾ ഇന്ന് ഏത് ശ്ലോകമാണ് നമ്മൾ നിർത്തിയത്? 10ാമത്തെ അല്ലേ? 10. അപ്പം 1 മുതൽ 9 വരെയുള്ള ശ്ലോകം ഏതാണെന്ന്, എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞിരുന്നത് നമ്മൾ? കർമ്മയോഗമാണ്. കർമ്മയോഗത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഭഗവാൻ പറഞ്ഞു തരുന്നത് ആ കർമ്മയോഗത്തിൽ അർജുനൻ ചോദിക്കുന്ന ചോദ്യമാണ്, ഇതിനെക്കാറ്റൊക്കെ ബുദ്ധിയോഗമാണ് നല്ലതെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മ്ലേച്ഛകരമായ കഷ്ടപ്പാടുകളുള്ള ഈ കർമ്മത്തിന് വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നതെന്ന് ചോദിക്കും. അപ്പം അതിനകത്ത് പറഞ്ഞു തരുന്നതാണ് ഈ ജ്ഞാനവും കർമ്മവുമെല്ലാം ഒരു ട്രാൻസെൻഡന്റൽ കോൺഷ്യസിലേക്കുള്ളത്, അതീന്ദ്രിയ ജ്ഞാനത്തിലേക്കുള്ളൊരു പാതയാണ്. അപ്പം ബുദ്ധി ആ കർമ്മത്തിലേക്ക് നയിക്കുകയാണ്, ഭക്തിയുത സേവനത്തിലേക്ക് നയിക്കുകയാണ്. അപ്പം ബുദ്ധി പ്രയോഗിക്കേണ്ടത് ഏത് രീതിയിലാണ് കർമ്മം ചെയ്യേണ്ടതെന്നുള്ളതാണ് പിന്നെ അർജുനനോട് ഉപദേശിക്കുന്നത്. അതിനകത്താണ് റിനൗൺസിയേഷൻ ഓഫ് വർക്ക്, കർമ്മ പരിത്യാഗം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അനലിറ്റിക്കൽ സ്റ്റഡി സാഖ്യയോഗം, പിന്നെ ബുദ്ധിയോഗം, കൺട്രോളിംഗ് ദ സെൻസസ്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് 1 മുതൽ 9 വരെയുള്ള ശ്ലോകത്തിലാണ് പറയുന്നത് ഈ കർമ്മം ചെയ്യുക എന്നുള്ളത് എങ്ങനെ വേണം എന്നുള്ളത്. അപ്പം പരിത്യാഗമാണ് നല്ലതെന്നുണ്ടെങ്കിൽ
പിന്നെന്തിനാണ് എന്നെ ഇത്തരം കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതെന്നാണ് അർജുനൻ ഭഗവാനോട് ചോദിച്ചത്. അപ്പൊ ഈ പരിത്യാഗം എന്താണെന്നുള്ളത് അർജുനന് മനസ്സിലായിട്ടില്ല. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാൻ അടുത്ത ശ്ലോകങ്ങളിലേക്ക്. എങ്ങനെയാണ് പരിത്യാഗം ചെയ്യുന്നത്? നിനക്ക് പറയുന്നത് 10 മുതൽ 16 വരെയുള്ള ശ്ലോകം കർമ്മകാണ്ഡത്തിൽ നിന്ന് കർമ്മയോഗയിലേക്ക് പോവുകയാണ്. സാധാരണ ചെയ്യുന്ന കർമ്മങ്ങളാണ് നമ്മുടെ ജോലി, ദൈനംദിന പ്രവർത്തികൾ. ഒരു കർമ്മകാണ്ഡമാണ്. അതിനെ നമ്മൾ ഒരു യോഗി സ്റ്റൈലിൽ ഡൈവേർട്ട് ചെയ്യുകയാണ്. അതായത് നമ്മൾ വെറുതെ മൃഗങ്ങളെ പോലെ ജന്തുക്കളെ പോലെ ജോലി ചെയ്യുകയല്ല വേണ്ടത്. അതിൽ ഭഗവാന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു യോഗയായി കർമ്മയോഗത്തിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് പോകുന്നതെന്നുള്ളതാണ്. നിനക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ട്, ഭക്തിയുത സേവനത്തിൽ നിനക്ക് ഡിവോഷൻ സർവീസിൽ നിനക്ക് ഉയർച്ച ഉണ്ടാകാൻ പറ്റുന്നില്ലെങ്കിൽ വീണ്ടും എന്താ ചെയ്യുന്നത്? നിന്റെ കർത്തവ്യങ്ങൾ, നീ ചെയ്യുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, അതിന്റെ സ്ട്രക്ചർ ഒന്ന് മാറ്റുക. എനിക്ക് വേണ്ടിയിട്ടായിരിക്കണം ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധം നിനക്കുണ്ടാവണം. അപ്പൊ ഈ യുദ്ധം ചെയ്യുന്നത് ആക്ച്വലി നിനക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ പറഞ്ഞിട്ടാണ് നീ യുദ്ധം ചെയ്യുന്നത്. അപ്പൊ നിന്റെ കോൺഷ്യസ് ഉണ്ടായിരിക്കേണ്ടത്, നിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നിന്റെ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ പറഞ്ഞിട്ടാണ്, ഞാൻ പറഞ്ഞിട്ട് എനിക്ക് വേണ്ടിയിട്ടാണ് നീ ഇത് ചെയ്യുന്നത് എന്നുള്ളതായിരിക്കണം. കഴിഞ്ഞ അധ്യായത്തിലെ സമ്മറി നമ്മൾ പറഞ്ഞു, ഒരു ന്യായാധിപൻ അവൻ ഒട്ടും വെറും ഭൗതികം ഒരു ഗൃഹസ്ഥൻ എന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് യാതൊരു ഇൻട്രസ്റ്റും കാണത്തില്ല ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട്. പക്ഷേ ന്യായാധിപൻ അദ്ദേഹത്തിന്റെ കർത്തവ്യം അനുസരിച്ചിട്ട് ശിക്ഷ നടപ്പിലാക്കിയേ പറ്റുകയുള്ളൂ. അപ്പം അത് അദ്ദേഹത്തിന്റെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടിയാണ്. അപ്പൊ അദ്ദേഹം അത് ഭരണഘടനയ്ക്ക് അനുസരിച്ച്, അതായത് ഭരണഘടനയെ സബ്മിറ്റ് ചെയ്തുകൊണ്ട്, ഇത് ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നു, ഇതെന്റെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നു. അപ്പൊ ഇതുപോലെ നമ്മുടെ കർമ്മങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ കർമ്മകാണ്ഡത്തിൽ നിന്ന് കർമ്മയോഗത്തിലേക്ക് തിരിക്കും. ഇതാണ് 10 മുതൽ 16 വരെയുള്ള ശ്ലോകങ്ങൾ പറയുന്നത്. അപ്പൊ അതെങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്, അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് അർജുനനോട് കൃഷ്ണൻ മറ്റ് വിശദാംശങ്ങളിലോട്ട് വരുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു, നന്ദന ശ്രീയപതിർ യജ്ഞപതി, ഓർമ്മയുണ്ടോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ശ്രീയാപതിർ യജ്ഞപതിർ പ്രജാപതി ധിയാംപതിർ ലോകപതിർ ധരാപതി. നന്നു വായിക്കും. 3rd ചാപ്റ്ററില് 10th ശ്ലോകത്തില് പ്രഭുപാദരുടെ ഭാവാർത്ഥത്തില് ആദ്യത്തെ ഒരു ശ്ലോകമായിട്ട് വരുന്നു. ഭാഗവതത്തിലെ ശ്ലോകമാണത്. 3:10 ശ്രീയാപതിർ, അത് പർപ്പട്ടിലുള്ള ശ്ലോകല്ലേ? അതെ അതെ. ശ്രീയപതിർയജ്ഞപതി പ്രജാപതിർദീയംപതിർ ലോകപതിർധരാപതിർ പതിർഗതിശ്ചന്ദകാവൃഷ്ണി സത്വതം പ്രസീദാദം മേ ഭഗവാൻ സതതം പതി. ഇത് മറ്റേ ചാപ്റ്ററിലെ 10ാമത്തെ ശ്ലോകം കാണാതെ പഠിച്ചില്ലെങ്കിലും ഈ ശ്ലോകം എല്ലാവരും കാണാതെ പഠിക്കണം. ഓക്കെ, ഇത് വളരെ അത്യാവശ്യമാണ്, ബൈഹേർട്ട് ചെയ്യേണ്ട ഒരു ശ്ലോകമാണിത്. ശ്രീയാപതിർ യജ്ഞപതി പ്രജാപതിർ ധിയാംപതിർ ലോകപതിർ ധരാപതി പതിർഗതിച്ഛാന്തക വൃഷ്ണി സ്വത്വതാം പ്രസീതതാം മേ ഭഗവൻ സദാം പതി. എല്ലാത്തിൻ്റെയും യജ്ഞപുരുഷൻ, എല്ലാത്തിൻ്റെയും ഭർത്താവ്. പതി എന്ന് പറഞ്ഞാൽ ഭർത്താവ്, എല്ലാത്തിൻ്റെയും നാഥൻ. ഭർത്താവിന്റെ മറ്റൊരർത്ഥം നാഥൻ. എല്ലാത്തിൻ്റെയും നാഥൻ ഭഗവാനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ നാഥന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ 11ാമത്തെ ശ്ലോകത്തിലോട്ട് പോകും.
ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഹ പരസ്പരം ഭാവയന്ത ശ്രേയ പരമ വാപ്സ്യതഃ. ഇവിടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. ഒരു പാലം ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഉപകരിക്കപ്പെടണം. അങ്ങനെ ഉപകരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ഉപകരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? സുശീം പ്രഭു, സുശീം പ്രഭു മ്യൂട്ടാണ്. അങ്ങനെ ഉപകരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? പാലം പൂർണ്ണ ഉപയോഗത്തിലാവില്ല, 50% അല്ലേ എഫക്റ്റീവ് ആവും, അങ്ങോട്ടും ഇങ്ങോട്ടും പോണോ. അതുകൊണ്ടാണ് അപ്പം അങ്ങനെ വരുന്നത് കൊണ്ടാണ് എല്ലാം അങ്ങോട്ട് പോകുന്നു അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്നു, അത്രേ ചെയ്യുന്നുള്ളൂ. അപ്പം അവിടെ ഫുൾഫിൽമെന്റ് നടക്കുന്നില്ല. അവിടെയാണ് ജീവിതത്തിൽ ചില ഗ്യാപ്പുകൾ ഉണ്ടാകുന്നത്. ഇതാണ് ആ ശ്ലോകത്തിലൂടെ നമ്മൾ പറയുന്നത്. ദേവാൻ ഭാവയതാനേന തേ ദേവ ഭാവയന്തുവഹ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യതഃ. പറ്റുമെങ്കിൽ നമുക്ക് 10, 11, 12, 13 ഇതെല്ലാം വരെ കണക്റ്റഡ് ആണ്. 16 ശ്ലോകം വരെ ഇതെല്ലാം കണക്റ്റഡ് ആയിട്ടാണ് പോകുന്നത്. ദേവാൻ ഭാവയതാനേന ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഹ ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഹ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യത പരസ്പരം ഭാവയന്തഃ ശ്രേയ പരമവാപ്സ്യത ശബ്ദാർത്ഥം വിവർത്തനം ഭാവാർത്ഥം ശ്രീ പ്രഭുപാദ കീജി. അനേന ഇത് യജ്ഞം കൊണ്ട് ദേവന്മാരെ ഭാവയത പ്രീതിപ്പെടുത്തിയാൽ തേ ദേവ ആ ദേവന്മാർ വഹ നിങ്ങളെ ഭാവയന്തു പ്രീതിപ്പെടുത്തട്ടെ പരസ്പരം അന്യോന്യം ഭാവയന്തക പ്രീണിപ്പിക്കുന്നവരായിട്ട് പരമമായ ശ്രേയസിനെ അവാപ്സ്യത നിങ്ങൾ പ്രാപിക്കും. ദേവന്മാർ യജ്ഞം കൊണ്ട് സന്തുഷ്ടരായാൽ നിങ്ങളെ അവർ സന്തുഷ്ടരാക്കും. ഇങ്ങനെ പരസ്പര പ്രീണനം കൊണ്ട് രണ്ടു കൂട്ടർക്കും പരമശ്രേയസ് അനുഭവിക്കാൻ പറ്റും. അവിടെയാണ് കോംപ്ലിക്കേഷൻ ഇരിക്കുന്നത്. ദേവാൻ ഭാവയതാനേന അൺമ്യൂട്ടാക്കാം. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഹ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യത. ശില്പമാതാജി വായിച്ചോളൂ. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഹ പരസ്പരം ഭാവയന്തഃ ശ്രേയ പരമവാപ്സ്യത. ഹരേ കൃഷ്ണ. നിവേദ് സ്വാഗതം. ഹരേ കൃഷ്ണ. നമ്മൾ 3rd ചാപ്റ്ററില് 11 ശ്ലോകം. ഓക്കെ, ഹരേ കൃഷ്ണ. സുശീ പ്രഭു. ദേവാൻ ഭാവയതാനേന തേ ദേവ ഭാവയന്തു വഹ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യത. ഹരേ കൃഷ്ണ. ചേട്ടാ. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഹ
परस्परं भावयन्तः श्रेयः परमवाप्स्यथा. देवान् भावयतानेन ते देवा भावयन्तुवः परस्परं भावयन्तः श्रेयः परमवाप्स्यता. देवान् भावयतानेन ते देवा भावयन्तु वः परस्परं भावयन्तः श्रेयः परमवाप्स्यत. देवान् भावयतानेन ते देवा भावयन्तु वः परस्परं भावयन्तः श्रेयः परमवाप्स्यत. देवान् भावयतानेन ते देवा भावयन्तु वः परस्परं भावयन्तः श्रेयः परमवाप्स्यत. राजीव देवान् भावयतानेन ते देवा भावयन्तु परस्परं भावयन्तः श्रेयः परमवाप्स्यत. देवान् भावयतानेन ते देवा भावयन्तु वः परस्परं भावयन्तः श्रेयः परमवाप्स्यत. देवान् भावयतानेन ते देवा भावयन्तु वः परस्परं भावयन्तः श्रेयः परमवाप्स्यत. देवान् भावयन्ते देवान् भावयतानेन. देवान् भावयतानेन वेरी गुड. ते देवा भावयन्तु वः परस्परं भावयन्तः श्रेयः परमवाप्स्यत. ഭാവയത പറഞ്ഞാല് പ്രീതിപ്പെടുത്തുക, സന്തോഷിപ്പിക്കുക. ദേവാൻ ഭാവയതാനേന ദേവന്മാരെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ തേ ദേവ ഭാവയന്തുവഹ ആ ദേവന്മാരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. പരസ്പരം ഭാവയന്തക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഭാവയന്തക അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രേയ പരമവാപ്സ്യത അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രേയസ് കിട്ടും. ദേവന്മാർക്കും ശ്രേയസ് കിട്ടും, നമ്മൾക്കും ശ്രേയസ് കിട്ടും. അപ്പൊ അന്യോന്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദേവന്മാരെ പ്രീണിപ്പിക്കും, ദേവന്മാരെ നമ്മളെ പ്രീണിപ്പിക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, പരസ്പരം. ഹരേ കൃഷ്ണ. ആമി. देवान् भावयतानेन ते देवा भावयन्तु वः परस्परं भावयन्तः श्रेयः परमवाप्स्यत. हरे कृष्ण. देवान् भावयतानेन ते देवा भावयन्तु वः परस्परं भावयन्तः श्रेयः परमवाप्स्यत. हरे कृष्ण. नीर. देवान् भावयतानेन ते देवा भावयन्तु वः परस्परं भावयन्तः ശ്രേയാ പരമവാപ്സ്യത. ഹരേ കൃഷ്ണ. ദേവന്മാർ യജ്ഞം കൊണ്ട് സന്തുഷ്ടരായാൽ നിങ്ങളെ അവർ സന്തുഷ്ടരാക്കും. ഇങ്ങനെ പരസ്പര പ്രീണനം കൊണ്ട് രണ്ടു കൂട്ടർക്കും പരമ ശ്രേയസ് അനുഭവിക്കാം. രാജീവ് പ്രഭു, ഭാവാർത്ഥം. ഭാവാർത്ഥം. ദേവന്മാരാണ് ഭൗതിക കാര്യങ്ങളുടെ അധികാരമേൽപ്പിക്കപ്പെട്ട ഭരണകർത്താക്കൾ. ഭഗവത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കർമ്മചാരികളാണ് അവർ. വായു, വെളിച്ചം, വെള്ളം മുതലായ ജീവജാലങ്ങൾക്കൊക്കെ ശരീര നിർദ്ധാരണത്തിനുള്ളതെല്ലാം വിതരണം ചെയ്യാൻ അധികാരപ്പെട്ടവരുമാണ്. അവരുടെ പ്രീതിയും അപ്രീതിയും മനുഷ്യന്റെ യജ്ഞാനുഷ്ഠാനങ്ങളെ ആശ്രയിച്ചിരിക്കും. ചില യജ്ഞങ്ങൾ ചില ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ളവയാണ്.
അവ ചെയ്യുമ്പോഴും ഭോക്താവെന്ന നിലയ്ക്ക് വിഷ്ണു പൂജിക്കപ്പെടുന്നു. ഭോക്താരം സർവയജ്ഞാനം എന്നതുകൊണ്ട് ഭഗവത്ഗീത ഊന്നി പറയുന്നതും യജ്ഞഭോക്താവ് കൃഷ്ണൻ തന്നെയാണ് എന്നാണ്. അതുകൊണ്ട് യജ്ഞപതിയുടെ ആത്യന്തിക സംപ്രീതിയാണ് എല്ലാ യജ്ഞങ്ങളുടെയും പ്രധാന ഉദ്ദേശം. ഈ യജ്ഞങ്ങൾ പിഴയില്ലാതെ നടത്തുന്നത് കൊണ്ട് വിതരണത്തിന്റെ വിവിധ വിഭാഗങ്ങൾക്ക് ചുമതലപ്പെട്ട ദേവന്മാർ സ്വാഭാവികമായി സംതൃപ്തരാകുന്നു. പ്രകൃതി വിഭവങ്ങളുടെ വിതരണം ശരിയായി നടക്കുന്നു. യജ്ഞാനുഷ്ഠാനത്തിന് അനേകം പാർശ്വഫലങ്ങളും ഉണ്ട്. അവ ആത്യന്തികമായി ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടാൻ വഴിയൊരുക്കുന്നു. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യജ്ഞാചരണം സർവ കർമ്മങ്ങളുടെയും പവിത്രീകരിക്കും. ആഹാര ശുദ്ധോ സത്യ ശുദ്ധി സത്വശുദ്ധ ധ്രുവാസ്മൃതിത്വ സ്മൃതേർലഭേ സർവ ഗ്രന്ഥിന വിപ്രമോക്ഷ. യജ്ഞാനുഷ്ഠാനം കൊണ്ട് ഭക്ഷ്യ വസ്തുക്കൾ ശുദ്ധീകരിക്കപ്പെടുന്നു. ആ ശുദ്ധീകൃതാഹാരങ്ങൾ ഭക്ഷിക്കുന്നവരുടെ ജീവിതവും പവിത്രമാകുന്നു. ജീവിതശുദ്ധി സ്മരണ മണ്ഡലത്തിലുള്ള സൂക്ഷ്മകോശങ്ങളെ ശുദ്ധീകരിക്കുന്നു. സ്മരണശുദ്ധി വന്നാൽ മുക്തി മാർഗ ചിന്ത ആരംഭിക്കുന്നു. ഇതെല്ലാം ഒത്തിണങ്ങി വന്നാൽ കൃഷ്ണാബോധത്തിലേക്ക് വഴിയൊരുക്കുന്നു. ആധുനിക സമൂഹത്തിന് അത്യാവശ്യമാണിത്. ആധുനിക സമൂഹത്തിന് അത്യാവശ്യമാണ് അത്. ഓക്കെ, ഹരേ കൃഷ്ണ. ഇതിനകത്ത് ഭോക്താരം യജ്ഞതപസാം പഠിച്ച ശ്ലോകമാണ്. ആ കാണാൻ പറയാൻ പറ്റും? ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി പൃച്ഛതി. ഹരേ കൃഷ്ണ. ശാന്തി പൃച്ഛതി. യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവും ദേവന്മാരുടെയും സർവ്വലോകങ്ങളുടെ അധിപനും എല്ലാ ജീവികളുടെയും സുഹൃത്തും അവിവേകാംശ്യമാണ് ഞാനെന്ന് മനസ്സിലാക്കിയ തികഞ്ഞ കൃഷ്ണാവബോധമുള്ള വ്യക്തി ഭൗതിക ക്ലേശങ്ങൾ ഒഴിഞ്ഞ് ശാന്തി നേടും. നമ്മുടെ ജീവിതത്തിൽ അത് മാത്രമാണ് ആവശ്യം. നമ്മുടെ ജീവിതത്തിലെ സമാധാനം എങ്ങനെയാണ് തരുന്നത് എന്നുള്ളതാണ് നമ്മൾ 11ാമത്തെ ശ്ലോകത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. 12ാമത്തെ ശ്ലോകം കൂടെ നമുക്കൊന്ന് വായിക്കാം. ഇഷ്ടാൻ ഭോഗാൻ ഹിവോ ദേവ ദാസ്യന്തി യജ്ഞഭാവിതാഹ തൈർദത്താന പ്രദായേഭ്യൈ യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ. ഇഷ്ടാൻ ഭോഗാൻ ഹിവോ ദേവ ഹിവോ ദേവ ഇഷ്ടാൻ ഭോഗാൻ ഹിവോ ദേവ ഇഷ്ടാൻ ഭോഗാൻ ഹിവോ ദേവ ദാസ്യന്തേ യജ്ഞഭാവിതാഹ ദാസ്യന്തെ യജ്ഞഭാവിതാഹ തൈർദത്താന പ്രദായേഭ്യോ തൈർദത്താൻ അപ്രദായേഭ്യോ തൈർദത്താന പ്രദായേഭ്യോ തൈർദത്താൻ അപ്രദായേഭ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ. 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 ഇഷ്ടാൻ ഭോഗാൻ ഹിവോ ദേവ ഇഷ്ടാൻ ഭോഗാൻ ഹിവോ ദേവ ദാസ്യന്തേ യജ്ഞഭാവിതാഹ ദാസ്യന്തെ യജ്ഞഭാവിതാഹ തൈർദത്താന പ്രദായേഭ്യോ തൈർദത്താൻ അപ്രദായേഭ്യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ. യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ. ശബ്ദാർത്ഥം വിവർത്തനം ഭാവാർത്ഥം ശീലപ്രഭുപാദയ്ക്ക് ജയ്. ഹി തീർച്ചയായും ദേവന്മാർക്ക് യജ്ഞഭാവിതാഹ യജ്ഞത്താൽ പ്രീതരായി വഹ നിങ്ങൾക്ക് ഇഷ്ടാനിഷ്ടങ്ങളായ പോകാൻ ജീവിത സുഖങ്ങളെ ജീവിതാവശ്യങ്ങളെ ദാസ്യന്തി ദാനം ചെയ്യും.
തൈ അവരാൽ ദത്താൻ ദത്തങ്ങളായ ഏഭ്യഹ അവർക്ക് അപ്രദായ പ്രദാനം ചെയ്യാതെ യാതൊരുവൻ ഭുന്തേ ഭുജിക്കുന്നുവോ സ അവൻ സ്തേനയവ കള്ളൻ തന്നെയാകുന്നു. ജീവിതത്തിൽ വിവിധങ്ങളായ ആവശ്യങ്ങളുടെ ചുമതല വഹിക്കുന്ന ദേവന്മാർ യജ്ഞത്താൽ സന്തുഷ്ടരായി ആ അവശ്യ വിഭവങ്ങളെല്ലാം മനുഷ്യർക്ക് നൽകും. ഈ അനുഗ്രഹങ്ങളെ ആ ദേവന്മാർക്ക് തിരിച്ചു സമർപ്പിക്കാതെ മുഴുവനും ആസ്വദിക്കുന്നവൻ ചോരൻ തന്നെയാണ്. നമ്മള് ജീവിതത്തിൽ എത്രമാത്രം ചോരനാണ്, കള്ളനാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. മൂന്നാമത്തെ അധ്യായത്തിന്റെ തന്നെ 5-ാമത്തെ 6-ാമത്തെ ശ്ലോകത്തിൽ കപടനാട്യക്കാരൻ ആരാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ പഠിച്ചതാണ്. കപടനാട്യക്കാരൻ ആരാണെന്നും പറയുന്നുണ്ട്. ഇവിടെ ഭക്തിയുത സേവനം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. നമ്മുടെ കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തനായിക്കൊണ്ട് അല്ലെങ്കിൽ കർമ്മങ്ങളെ എങ്ങനെ പവിത്രീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരും, എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത്, അങ്ങനെ വരുമ്പോൾ അത് ഭഗവാന് സമർപ്പിതമാകും എന്ന് ഭഗവാൻ അർജുനനോട് നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരികയാണ്. വിപിൻ പ്രഭു, ഹരേ കൃഷ്ണ, സ്വാഗതം. ഹരേ കൃഷ്ണ പ്രഭു. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ, ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ആസ്യന്തേ യജ്ഞഭാവിതാഃ ദാസ്യന്തേ യജ്ഞഭാവിതാഃ ദൈർദത്താനപ്രദായേഭ്യോ ദൈർദത്താനപ്രദായേഭ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ. ഇത് ഓക്കെ. അപ്പം ശ്ലോകം സുശീം പ്രഭു ഒന്ന് വായിച്ചോളൂ. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താന പ്രദായേഭ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ. ജയപ്രകാശ് പ്രഭു. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താനപ്രദായേഭ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താനപ്രദായേഭ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താനപ്രദായേഭ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ. നന്നു. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താൻ അപ്രദായേഭ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താൻ അപ്രദായേഭ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താന പ്രദായേഭ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താനപ്രദായേഭ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ. ആമി. ഹരേ കൃഷ്ണ. ഇഷ്ടാൻ ഭോഗൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താൻ അപ്രദായേഭ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
इष्टान् भोगान् विभो देवाः सिन्ते यश्च भाविताः तैर्दत्ताना प्रभायेभ्यो यो भुङ्क्ते तेन एव सः। हरे कृष्ण। निवेद इष्टान् भोगान् हि वो देवा दास्यन्ते यज्ञभाविताः तैर्दत्तानप्रदायेभ्यो यो भुङ्क्तेस्तेन एव सः। विपिन प्रभु हरे कृष्ण। इष्टान् भोगान् हि वो देवा दास्यन्ते यज्ञभाविताः तैर्दत्तानप्रभायेभ्यो यो भुङ्क्तेस्तेन एव सः। हरे कृष्ण। इष्टान् भोगान् हि वो देवो दास्यन्ते यज्ञभाविताः തൈർദത്താനപ്രദായേഭ്യോ യോ ഭുങ്ക്തേസ്തേന ഏവ സഹ. ജീവിതത്തിൽ വിവിധങ്ങളായ ആവശ്യങ്ങളുടെ ചുമതല വഹിക്കുന്ന ദേവന്മാർ യജ്ഞത്തിൽ സന്തുഷ്ടരായി അവശ്യ വിഭവങ്ങളെയെല്ലാം മനുഷ്യർക്ക് നൽകും. ഈ അനുഗ്രഹങ്ങളെ ആ ദേവന്മാർക്ക് തിരിച്ചു സമർപ്പിക്കാതെ മുഴുവനും ആസ്വദിക്കുന്നവൻ ചോരൻ തന്നെയാണ്. അടുത്ത ശ്ലോകം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാൻ പോവാണ്. അത് ഹോംവർക്കാണ്. യജ്ഞശിഷ്ടാശിന സന്തു മുച്യന്തെ സർവകൽവിഷേഹി ഭുഞ്ജതേ തേ ത്വഹം പാപോ യേ ഭജന്ത്യ ആത്മകാരണ. യജ്ഞശിഷ്ടാശിന സന്തു മുച്യന്തെ സർവകൽവിഷൈഹി ഭുഞ്ജതേ തേ ത്വഹം പാപ യേ ഭജന്ത്യ ആത്മകാരണാത്. യജ്ഞത്തിൽ നിവേദിക്കപ്പെടുന്ന അന്നം ഭക്ഷിക്കുന്നത് കൊണ്ട് ഭഗവത് ഭക്തന്മാർ സർവ പാപങ്ങളിൽ നിന്നും മുക്തരാകുന്നു. സ്വയം ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാക്കുന്നവൻ പാപത്തെയാണ് പൂജിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ആവശ്യം നമ്മൾ പഠിച്ചു. രാവിലെ എഴുന്നേറ്റിട്ട് എങ്ങനെയാണ് നമ്മൾ യജ്ഞം തുടങ്ങുന്നത്. പ്രഭാതത്തിൽ നമ്മുടെ ജീവിതം യജ്ഞത്തിലൂടെ തുടങ്ങണം എന്ന് പറഞ്ഞു. ആ യജ്ഞം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉള്ള പരിണിത ഫലത്തെ പറ്റിയാണ് ഭഗവാൻ ഇവിടെ 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇതൊരു കടം വീട്ടലുകളാണ്. എല്ലാവരുമായിട്ടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ ഭാവാർത്ഥം ജയപ്രകാശ് പ്രഭു വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഫസ്റ്റ് പാരഗ്രാഫ്. മനുഷ്യർക്ക് വിഭവങ്ങൾ യുക്തം പോലെ വിതരണം ചെയ്യാൻ ഭഗവാൻ വിഷ്ണുവിനാൽ നിയോഗിക്കപ്പെട്ടവരാണ് ദേവന്മാർ. വിധിപ്രകാരമുള്ള യജ്ഞങ്ങളാൽ അവരെ തൃപ്തിപ്പെടുത്തേണ്ടതാണ്. വിവിധ ദേവന്മാർക്ക് അനുയോജ്യങ്ങളായി വെവ്വേറെ യജ്ഞങ്ങളുണ്ടെന്ന് വേദങ്ങളിൽ പറയുന്നു. ആത്യന്തികമായി അതെല്ലാം പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനു വേണ്ടി സമർപ്പിക്കുന്നവ തന്നെ. ഭഗവാന്റെ മാഹാത്മ്യം അറിയാത്തവർക്കാണ് ദേവന്മാർക്കായുള്ള യജ്ഞം വിധിക്കപ്പെട്ടിട്ടുള്ളത്. അനുഷ്ഠിക്കുന്നവരുടെ ഭൗതികമായ സ്വഭാവ വിശേഷങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വേദങ്ങളിൽ പലതരത്തിലുള്ള യജ്ഞങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. വിവിധ ദേവന്മാരുടെ പൂജകളും പൂജകരുടെ വിവിധ സ്വഭാവ ഗുണങ്ങൾക്കനുസരിച്ച് നിർവഹിക്കപ്പെടുന്നു. ഉദാഹരണമായി മാംസബുക്കുകൾ ഭൗതിക പ്രകൃതിയുടെ രൗദ്രഭാവത്തിന്റെ മൂർത്തീകരണമായ കാളിയെയാണ് പൂജിക്കേണ്ടത്. ദേവിയുടെ മുന്നിൽ ജന്തുബലി ചെയ്യാമെന്ന് വിധിയുണ്ട്. സാത്വിക ഗുണമുള്ളവർക്ക് ദിവ്യമായ വിഷ്ണു പൂജയാണ് വിധിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അന്ത്യവിശകലനത്തിൽ എല്ലാ യജ്ഞങ്ങളും അതീന്ദ്രിയ ഭാവത്തിലേക്ക് ക്രമേണ ഉയർത്താനുള്ളവ തന്നെ. സാധാരണ മനുഷ്യർക്ക് പഞ്ചമഹായജ്ഞങ്ങളെന്ന് പറയുന്ന യജ്ഞങ്ങളെങ്കിലും ഒഴിച്ചുകൂടാത്തവയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുശീം പ്രഭു. മനുഷ്യവർഗത്തിന്റെ എല്ലാ അത്യാവശ്യ വിഭവങ്ങളും ഭഗവാന്റെ കിങ്കരരായ ദേവന്മാരാണ് നൽകുന്നതെന്ന് മനസ്സിലാക്കണം. ആർക്കും ഒന്നും നിർമ്മിക്കാൻ കഴിയില്ല. ഉദാഹരണമായി ഭക്ഷ്യപദാർത്ഥങ്ങളെ എടുക്കുക. സാത്വികന്മാർക്ക് വേണ്ടുന്ന ധാന്യങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, പാൽ, പഞ്ചസാര എന്നിവ മാംസബുക്കുകൾക്ക് ആവശ്യമുള്ള മാംസാദികളും മനുഷ്യൻ ഉണ്ടാക്കാൻ സാധിക്കുന്നവയല്ല. ജീവിതത്തിന് അത്യാവശ്യങ്ങളായ ചൂട്, വെളിച്ചം, വെള്ളം, വായു എന്നിവയും അങ്ങനെ തന്നെ. മനുഷ്യന് ഇവ ഒന്നും തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. സൂര്യപ്രകാശവും നിലാവും മഴയും ഭഗവത് പ്രസാദം കൊണ്ട് ലഭിക്കുന്നവയാണ്. ഇതൊന്നുമില്ലാതെ ആർക്കും ജീവിക്കാൻ കഴിയുകയില്ല. അങ്ങനെ നമ്മുടെ ജീവിതം ഈശ്വരദത്തങ്ങളായവ ആശ്രയിച്ചിരിക്കുന്നു. മനുഷ്യനിർമ്മിതങ്ങളായ ഉപകരണങ്ങൾക്കും ലോഹങ്ങൾ, ഗന്ധകം, രസം, മാഗ്നീസ് എന്നിങ്ങനെയുള്ള അസംസ്കൃത പദാർത്ഥങ്ങൾ പലതും ആവശ്യമാണ്. നാം ഇവയെല്ലാം വേണ്ടും വിധം ഉപയോഗിച്ച് ആത്മസാക്ഷാത്കാരം നേടാൻ ആവശ്യമായ കരുത്തും ആരോഗ്യവും നിലനിർത്തേണ്ടതാണ്.
ആ വഴിക്ക് ജീവിതത്തിന്റെ പരമലക്ഷ്യമായ ഭൗതിക ജീവിത സമരത്തിൽ നിന്നുള്ള മോചനം നേടുക. ഇതുദ്ദേശിച്ചുകൊണ്ട് ഭഗവത് കിങ്കരന്മാർ തന്നിരിക്കുന്ന പദാർത്ഥങ്ങളാണിവയെല്ലാം. യജ്ഞം കൊണ്ട് ഈ ജീവിതോദ്ദേശം നിറവേറുന്നു. മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്തെന്ന് മറന്ന് നമ്മൾ ഭഗവത് കിങ്കരന്മാരാൽ ദത്തങ്ങളായ ഈ വിഭവങ്ങളെ ഇന്ദ്രിയ തൃപ്തിക്കായി ഉപയോഗിച്ചുകൊണ്ട് സൃഷ്ടാവ് ഉദ്ദേശിച്ചിട്ടേ ഇല്ലാത്ത വിധം ഭൗതിക അസ്തിത്വത്തിൽ അധികം കുടുങ്ങിപ്പോവുകയാണെങ്കിൽ തീർച്ചയായും ചോരന്മാർക്ക് അനുയോജ്യമായ ശിക്ഷ പ്രകൃതി നിയമമനുസരിച്ച് നമുക്ക് കിട്ടും. ജീവിതത്തിൽ തനതായൊരു ലക്ഷ്യവുമില്ലാത്തത് കൊണ്ട് ചോരന്മാരുടെ സമൂഹത്തിന് ഒരിക്കലും സന്തുഷ്ടമാകാൻ കഴിയില്ല. ഭൗതികതാവാദികളായ ഇത്തരം കള്ളന്മാർക്ക് ആത്യന്തികമായ ഒരു ലക്ഷ്യവുമില്ല. സുഖഭോഗേച്ഛ മാത്രമാണ് അവരെ പ്രചോദിപ്പിക്കുന്നത്. യജ്ഞം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും അവർക്കറിഞ്ഞുകൂടാ. ചൈതന്യ മഹാപ്രഭു ആവിഷ്കരിച്ച ഏറ്റവും നിഷ്പ്രയാസമായ ഒരു യജ്ഞമാണ് സങ്കീർത്തന യജ്ഞം. കൃഷ്ണാവബോധത്തിന്റെ സിദ്ധാന്തങ്ങൾ അംഗീകരിക്കുന്ന ഏതൊരാൾക്കും അത് അനുഷ്ഠിക്കാം. ഹരേ കൃഷ്ണ. ഇവിടെ നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയും പ്രതിപ്രവർത്തനങ്ങളെ പറ്റിയുമാണ് പറയുന്നത്. സയൻസ് പഠിക്കുന്നവർക്കറിയാം, ഏതൊരു ആക്ഷനും എവരി ആക്ഷൻ എന്താണ്? Every action has an equal and opposite reaction. Every action is having equal, correct, and opposite reaction. And opposite reaction. ഇവിടെ ആ പ്രതിപ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വർക്കൗട്ട് ആവുന്നതെന്നാണ് ഭഗവാൻ പറയുന്നത്. അത് നല്ലതായിരിക്കാം, ചീത്തയായിരിക്കാം. ഇവിടെ നമുക്ക് കിട്ടുന്നത്, നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന എല്ലാ വിഭവങ്ങളും ദേവന്മാരുടെ സന്തുഷ്ടി പ്രകാരമാണ്. അപ്പൊ ആ ദേവന്മാരെ എല്ലാം സന്തുഷ്ടിപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. ഇപ്പൊ മഴയാണെങ്കിൽ ഇന്ദ്രൻ. അപ്പൊ അങ്ങനെ പല വകുപ്പിൽപ്പെട്ട ദേവന്മാരെ, എത്ര ദേവന്മാരുണ്ട്? 33 കോടി ദേവന്മാരുണ്ട്. ഈ 33 കോടി ദേവന്മാരോടും നമുക്ക് കടപ്പെട്ടിരിക്കുകയാണ്. അതായത് ആക്ച്വലി ശാസ്ത്രപ്രകാരം നമ്മൾ 6 പേരോട് കടബാധ്യതകളുള്ളവരാണ്. 6 പേരോട് കടബാധ്യതകൾ പെട്ടിരിക്കുന്നതാണ്. നമ്മൾ നേരത്തെ എനിക്ക് പണ്ട് ക്ലാസ്സുകൾ പറഞ്ഞിരുന്നു. 6 പേരോട് കടപ്പെട്ടിരിക്കുകയാണ്. ഈ 6 കടങ്ങൾ ഏതൊക്കെയാ? ജയപ്രകാശ് പ്രഭു, നമ്മൾ ചർച്ച ചെയ്തിരുന്നു പണ്ട്. കീർത്തന, നമുക്ക് ഇത് ചെയ്യിക്കണം, എന്താ എംപോസിഷൻ എഴുതിപ്പിക്കണം. 6 കടങ്ങള്. 1 പിതൃക്കടം, 2 മാതൃകടം, 3 ദേവകടം, 4 ഋഷികടം. ഇത് ഋണബാധ്യതകൾ എന്ന് പറയും, ഋണബാധ്യതകൾ. 5 മനുഷ്യ കടം, 6 ഭൂതകടം. ഈ 6 കൂട്ടരോടും നമ്മൾ കടബാധ്യതരാണ്. ഈ കടബാധ്യതകൾ നമ്മൾ പൂർത്തീകരിക്കാതെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കടങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഒരു ജന്മമുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഇപ്പൊ ഞാൻ കലണ്ടർ കൊടുക്കാൻ ഒരാളടുത്ത് പോയി ഇന്നലെ. അദ്ദേഹം കുറേ വായിക്കുന്നയാളാണ്. അദ്ദേഹം സയന്റിഫിക്കലായിട്ടാണ് ചിന്തിക്കുന്നത്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആ സയന്റിഫിക്കൽ വിശദീകരണം ഇല്ലെങ്കിൽ അദ്ദേഹം വിശ്വസിക്കില്ല. അപ്പൊ ഞങ്ങള് വർഷങ്ങളായിട്ട് ഇങ്ങനെ സംസാരിച്ച് അദ്ദേഹം നമ്മൾ പറയുന്ന സ്പിരിച്വൽ കാര്യങ്ങളെ എടുത്ത് സയന്റിഫിക്കയിൽ എന്തെങ്കിലും കൊണ്ടുവരാനുണ്ടോ എന്ന് നോക്കി. അദ്ദേഹം അവസാനം പറഞ്ഞു, നിങ്ങളോട് എനിക്കിപ്പോ സ്നേഹം തോന്നുന്നു എന്നാണ് ഇപ്പൊ ഇന്നലെ പറഞ്ഞത്. കാര്യം, നിങ്ങൾ ഓരോ കാര്യം പറയുമ്പോഴും ഞാൻ അതിന്റെ സയന്റിഫിക് കാര്യങ്ങളിലൂടെ പോകുമ്പോൾ ഇതെല്ലാം ശരിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വേറെ കണക്കൊക്കെ സയന്റിഫിക്കലി വേറെ കണക്കൊക്കെ പറഞ്ഞു. 84 വയസ്സ് വരെ, 84 വയസ്സിന് മുമ്പ് മരിച്ചു പോയി കഴിഞ്ഞാല് വീണ്ടും ജനിക്കേണ്ടി വരും. കാര്യം അവിടെ ആ കർമ്മ പരിത്യാഗം വരുന്നില്ല. പിന്നെ അവിടെ കർമ്മ പ്രതികരണങ്ങൾ അവിടെ അവശേഷിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ വീണ്ടും അങ്ങനെ കണക്കുകൾ പറഞ്ഞു. സൂര്യനെ പറ്റി പറഞ്ഞു.
ജിയോമെട്രിക്കൽ കണക്കനുസരിച്ചിട്ട് ഈ കുറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഇതെല്ലാം ഞാൻ പറഞ്ഞു, ഇതെല്ലാം ഭാഗവതത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പറഞ്ഞ സത്യമാണ്. അപ്പൊ അദ്ദേഹം പിന്നെ വേറൊന്ന് പറഞ്ഞത്, ഇപ്പോഴത്തെ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സയൻസ് പറയാതെ അവർക്കൊന്നും മനസ്സിലാകത്തില്ല. ഭാഗവതത്തിനാണെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന്. ശരിയാണ്. ഭാഗവതം ഒരു എസ്റ്റാബ്ലിഷ്ഡ് സയൻസ് ആണ്. നമ്മൾ ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കടമാണ് നമ്മുടെ അച്ഛനോടൊരു കടമുണ്ട്, പിതൃക്കളോടൊരു കടമുണ്ട്. അത് പിതൃക്കൾ മരിച്ചു പോയി കഴിയുമ്പോഴാണ് ആ കടബാധ്യത നമ്മൾ നിറവേറ്റേണ്ടത്. അവിടെയാണ് പിതൃപൂജകൾ നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഒരിക്കലും തീരാത്തൊരു കടമാണ് മാതൃകടം, അമ്മയോടുള്ള കടം. ഒരിക്കലും തീർക്കാൻ പറ്റത്തില്ല. മൂന്നാമത്തെയാണ് ദേവകടം. ദേവന്മാരെ നമ്മൾ അതിനാണ് യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നത്. ദേവന്മാരോടുള്ള ദേവകടം എഴുതി വെക്കണം, ദേവകടം. പിന്നെ ഋഷികടം, സന്യാസി ശ്രേഷ്ഠ, ഡെപ്റ്റ് ടുവേഴ്സ് ദ പ്രിസ്ക്രിപ്ഷൻസ്, ഋഷികടം, ഗുരുക്കന്മാരോടുള്ള കടം. അഞ്ചാമത്തെ വരുന്നത് മനുഷ്യ ഋണം, അതായത് സമൂഹത്തോടുള്ള ഒരു ബാധ്യത, കടം. സമൂഹത്തെ സഹായിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതൊരു കടമാണ്, നമ്മൾ കടപ്പെട്ടവരാണ്. അവിടെയാണ് യുധിഷ്ഠിരൻ വിഷമിച്ചത്. ഈ ശരീരത്തെ ചിന്തിച്ചിട്ടാണ് യുദ്ധം ചെയ്തത്. ഈ ശരീരത്തിന്റെ ഓണർ നമ്മളല്ല. ഈ ശരീരത്തിന്റെ ഓണർ നമ്മളല്ല. ജനിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ശരീരത്തിന്റെ ഓണർ അച്ഛനും അമ്മയുമാണ്. ആരിൽ നിന്നാണ് ജന്മമെടുത്ത് അവരാണ് അതിന്റെ ഓണർ. ഓണർഷിപ്പ് നമുക്കുള്ളതല്ല. ഇനി മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തിന്റെ ഓണർഷിപ്പ് നമുക്കുള്ളതല്ല. അത് ചെന്നായ്ക്കൾക്കുള്ളതാണ്, കഴുകന്മാർക്കുള്ളതാണ്. കാര്യം ഈ ശരീരം അവർക്കുള്ള ഭക്ഷണമാണ്. ഒരു തരത്തിലും ഈ ശരീരത്തിന് ഓണർഷിപ്പ് നമുക്ക് പറയാൻ ഒരിക്കലും പറ്റത്തില്ല. അപ്പൊ അവിടെ സമൂഹത്തോട് നമുക്ക് ബാധ്യതയുണ്ട്. ആറാമത്തെയാണ് ഭൂതകടം. ഈ ഭൂമിയിൽ ഈ അന്തരീക്ഷത്തിൽ ഇരിക്കുന്ന ഈ അന്തരീക്ഷത്തിനോട്, ഈ അന്തരീക്ഷത്തിലെ ജീവജാലങ്ങളോട്, നമുക്ക് അദൃശ്യകരമായിട്ടുള്ള ചില ജീവജാലങ്ങളുണ്ട്, അവരോടുള്ള കടമുണ്ട്. അപ്പം 6 തരത്തിലുള്ള കടപ്പെട്ടവരാണ് നമ്മൾ. ആരോടെങ്കിലും കടങ്ങൾ ബാക്കി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ജന്മം നമുക്ക് എടുക്കേണ്ടി വരും. അപ്പൊ ഈ 33 കോടി ദേവതകൾക്ക് ഈ കടം എങ്ങനെ ചെയ്തു തീർക്കാൻ പറ്റുമോ ഇല്ലേ? ഉത്തരം പെട്ടെന്ന് പറയാം. പറ്റുമോ ഇല്ലേ? രാജീവ് പ്രഭു, ഈ 33 കോടി ദേവന്മാരുമായിട്ട് നമുക്ക് ബാക്കി 5 പേരുടെയും കടം അവിടെ നിൽക്കട്ടെ. 33 കോടി പേരുടെ കടം കടക്കുന്നു, ദേവകടം. നമുക്ക് ഇവരെ യജ്ഞം ചെയ്ത് പ്രീതിപ്പെടുത്തി തീർക്കാൻ, ഈ കടങ്ങൾ തീർക്കാൻ പറ്റുമോ ഇല്ലയോ? എങ്ങനെ തീർക്കാം? വിഷ്ണുവിനെ പൂജിച്ചിട്ട് മാത്രം. നമ്മുടെ ഒരു പുരുഷായുസ് കൊണ്ട് ഏകദേശം ആവറേജ് 70 വയസ്സാണ്. ഈ 70 വർഷത്തിനകത്ത് വെച്ച് നമ്മൾ ഏകദേശം അറിഞ്ഞു വരുന്നത് ഏകദേശം ഒരു 10-15 വയസ്സിലല്ലേ, 13 വയസ്സാകുമ്പോഴത്തേനാണ് ഭഗവാനെ അറിഞ്ഞു വരാൻ ശ്രമിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ ഗതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള അവശേഷിച്ച ദിവസങ്ങൾ പിന്നെ ജോലിക്ക് പോകണം, സമയമില്ല, ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത്, എനിക്ക് ഭഗവത്ഗീത വായിക്കാൻ സമയമില്ലെന്നാ പറയുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ 33 കോടി ദേവതകളെ എങ്ങനെ പൂജിക്കാൻ പറ്റും? അസാധ്യമാണ്. അപ്പൊ അവിടെ കടങ്ങള് കൂട്ടുപലിശ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ കൂട്ടുപലിശ അവിടെയാണ് ഭോക്താരം യജ്ഞ തപസ്സ സർവലോക മഹേശ്വരം സുഹൃതം. ബാക്കി എന്താ ഞാൻ മറന്നുപോയി. സുഹൃതം സർവഭൂതാന ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. ഇപ്പോഴടുത്ത് ഒരാളെടുത്ത് ശീലപ്രഭുപാദ എടുത്ത് ഒരാൾ ചോദിച്ചു, ഇങ്ങനെ ഞങ്ങളെ കടപ്പെട്ടിരിക്കുകയാണ്, അപ്പൊ ഞങ്ങള് പാപങ്ങളാണ്, പാപം ഒരുപാടുണ്ട്, ഈ പാപങ്ങളൊക്കെ ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ പോവും, എപ്പോ പോവും, എങ്ങനെ പോവും എന്ന് ചോദിച്ചു.
പ്രഭുമാതിര് ഇമ്മീഡിയറ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു. 1 minute, within 1 minute. വിത്തിൻ 1 minute പ്രഭുപാദരത് പ്രൂവ് ചെയ്യുകയും ചെയ്തു. ഭഗവത്ഗീതയിൽ പറയുന്നു, സർവധർമാൻ പരിത്യജ്യ മാം ഏക ശരണം വ്രജഃ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. എല്ലാ കർത്തവ്യങ്ങളും ഒരുപാട്, ഇപ്പം ഈ 33 കോടി ദേവതകളൊക്കെ ആയിട്ട് നമുക്ക് കണക്റ്റഡ് ഉണ്ട്. അവർക്ക് ചെയ്തു തീർക്കേണ്ടതായ ധർമ്മങ്ങളുണ്ട്. ഈ ധർമ്മത്തെ പറ്റി ഒന്നും നീ ചിന്തിക്കാതെ നീ എനിക്ക് വേണ്ടി നീ എന്നെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ആ ധർമ്മങ്ങളുടെ എല്ലാം യജ്ഞ അധിപൻ ഞാനാണ് എന്ന് മനസ്സിലാക്കിയിട്ട്, ഭോക്താരമേക്ക തപസ മനസ്സിലാക്കിയിട്ട് എനിക്ക് നീ യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ, നീ എന്നെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിത്ത് 1 minute നമ്മുടെ ഈ പാപ പ്രതികരണങ്ങളിൽ രക്ഷ നേടാം. അപ്പൊ എങ്ങനെയാണ്? വീണ്ടും അതിന്റെ പറയുന്നുണ്ട് ഓപ്ഷൻ. മന്മനാഭവമത്വക്തോ മദ്യാജീമാൻ നമസ്കുരു മാമേ വൈഷസത്യന്തേ പ്രതിജാനോ പ്രിയോ വസിമി. 18ാമത്തെ അധ്യായത്തില് അത് നിൽക്കുകയാണ്. മന്മനാഭവമത്വക്തോ, നന്നു ഗൂഗിളിൽ സെർച്ച് ചെയ്യ്. മന്മനാഭവമത്വക്തോ 18ാമത്തെ അധ്യായത്തില് നമ്മൾ പഠിച്ചതാണ്. എത്രാമത്തെ ശ്ലോകമാണത്? നമ്മൾ പഠിച്ചതാണ്. 65ാമത്തെ ശ്ലോകം. മന്മനാഭവമത്വക്തോ മദ്യാജീമാൻ നമസ്കുരു മാമേ. 18ാമത്തെ അധ്യായത്തില് 65ാമത്തെ ശ്ലോകമാണ്. 18.65. മന്മനാഭവമത്ഭക്തോ മദ്യാജീമാൻ നമസ്കുരു മാമേ വൈഷസി സത്യന്തേ പ്രതിജാനേ പ്രിയോ അസ്മി. എപ്പോഴും എന്നെ ഓർമ്മിക്കുക. ഓർമ്മിക്കാനുള്ള വഴി എന്താണ്? നമ്മള് 10ാമത്തെ ശ്ലോകത്തിൽ പഠിച്ചു. ലാസ്റ്റിൽ പറഞ്ഞിരിക്കുന്നു, കൃഷ്ണവർണം ദിശാകൃഷ്ണം സാങ്കോപാംഗശാസ്ത്രവർഷതം യജ്ഞൈ സങ്കീർത്തന പ്രായർ യജന്തി സുമേധസ. കലിയുഗത്തിൽ സുമേധസ ബുദ്ധിയുള്ള ജനങ്ങൾ മന്ദാക സുമന്ദമതയാ, മന്ദന്മാരാണ്, കഴുതകളാണ്, മടിയുള്ളവരാണ്. അപ്പൊ അങ്ങനെയുള്ള കലിയുഗത്തിലെ ഈ ജനങ്ങൾക്ക് എങ്ങനെ ഈ കർമ്മ പ്രതികരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം എന്നാണ് പറയുന്നത്. എന്താണ്? കലിയുഗത്തിൽ സുമേധ ബുദ്ധിയുള്ള ജനങ്ങൾ സഹചാരി സമേതനായ ഭഗവാനെ സങ്കീർത്തന യജ്ഞത്താൽ ആരാധിക്കുന്നു. എന്താണ് സങ്കീർത്തന യജ്ഞം? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ സങ്കീർത്തന യജ്ഞം കൊണ്ടൊന്നു മാത്രം ഭഗവാന് നിവേദിക്കുന്നതിലൂടെ നമ്മള് ബാക്കി എല്ലാ ദേവന്മാരുമായിട്ട് 33 കോടി ദേവതകളുമായിട്ടുള്ള കടങ്ങൾ നമ്മൾ വീട്ടിയിരിക്കുന്നു. എത്ര എളുപ്പമാണ് കലിയുഗത്തിൽ ആ സങ്കീർത്തന യജ്ഞം കൊണ്ട് തന്നെ. ഇവിടെ യജ്ഞങ്ങൾ കൊണ്ട് ദേവന്മാർ സന്തുഷ്ടരാകുമ്പോൾ ആ ദേവന്മാർ നമുക്ക് മഴ വേണ്ടപ്പോൾ മഴ തരുന്നു. അപ്പൊ അടുത്ത ആ ശ്ലോകം നമ്മൾ കാണാതെ പഠിച്ചതാണ്, അത് വരും. അന്നാദ്ഭവന്തി ഭൂതാനി. അപ്പൊ ഇവിടെ 6 കടങ്ങളെ പറ്റി നമ്മൾ പഠിച്ചു. അപ്പം ഈ കിട്ടുന്ന ഈ വിഭവങ്ങളുടെ ഒരംശം തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവിടെ കടപ്പെട്ടിരിക്കും. അപ്പൊ ആദ്യം നമുക്ക് കിട്ടുന്ന വിഭവങ്ങൾ, അതുകൊണ്ടാണ് രാവിലെ ഉണർന്നിട്ട് നമ്മൾ അടുക്കളയിലേക്ക് പോകുന്നത്. യജ്ഞത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടുക്കളയിലേക്ക് പോകുന്നത് എന്നുള്ള ബോധം നമുക്ക് വരണം. ആ യജ്ഞശിഷ്ടമാണ് നമ്മൾ കഴിക്കുന്നത്. ഇല്ലെങ്കിലാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് പാപത്തെയാണ് നമ്മൾ ഭുജിക്കുന്നത്, വളരെ വിഷത്തെയാണ് നമ്മൾ ഭുജിക്കുന്നത് എന്ന് പറയുന്നു. അപ്പം നമുക്ക് തരുന്ന ഈ ധാന്യങ്ങൾ, ഈ വിത്തുകൾ, ഈ ഫലമൂലാദികൾ ഭഗവാന് സമർപ്പിച്ചിട്ട് വേണം, ആ നിവേദ്യശിഷ്ടം വേണം നമ്മൾ കഴിക്കാൻ. അങ്ങനെ യജ്ഞശിഷ്ടം കഴിക്കുന്നത് വഴി നമ്മൾ പവിത്രീകരിക്കും, അതുപോലെ ദേവന്മാര് സന്തുഷ്ടരാകും. ഇവിടെ വീണ്ടും പറയുന്നു, അങ്ങനെ അല്ലാത്ത സാഹചര്യത്തിൽ പോലും നമ്മൾക്ക് കിട്ടുന്ന ആഹാരത്തെ നമ്മൾ പവിത്രീകരിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ കുറെ കടബാധ്യതകൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്, കണക്റ്റഡ് ആണ്.
പാപപ്രതികരണങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ. അപ്പം ആദ്യം നമ്മുടെ ശരീരത്തെ പവിത്രീകരിക്കണം. അതിനാണ് ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയും ഭഗവത്ഗീത ഭാഗവതം വായിക്കുകയും നമ്മൾ അസോസിയേഷനിൽ വരികയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ പവിത്രീകരിച്ച ശരീരത്തിലേക്ക് പിന്നെ പവിത്രീകരിച്ച ഇന്ധനമാണ് നൽകേണ്ടത്. അല്ലെങ്കിൽ പവിത്രീകരിച്ച ശരീരത്തിലേക്ക് അപവിത്രമായ, അതായത് കണ്ടംപനേറ്റഡ് ആയിട്ടുള്ള ഇന്ധനം കൊടുക്കുമ്പോൾ ഈ ശരീരം വീണ്ടും കണ്ടംപനേറ്റഡ് ആവും. പിന്നെ അവിടുന്ന് വരുന്നത് പണ്ട് ലാമ്പിയിൽ മണ്ണെണ്ണ ഒഴിച്ച് ഓടുന്നത് പോലായി പോകും. വെറും പുകകളായിരിക്കും വരുന്നത്. വണ്ടി ഓടും, പക്ഷേ അതിന് ലൈഫ് സ്പാൻ കുറയും. മാത്രമല്ല അതിന്റെ പുള്ളിങ് കുറയും. നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ആക്ച്വലി ലാംബി മാനുഫാക്ചർ, ലാംബി സ്കൂട്ടർ എന്തിനു വേണ്ടിയിട്ടാണ്, എത്ര പുള്ളിങ് പവറിലാണ്, 150 ഹോഴ്സ് പവറിലാണ് ചെയ്തിരിക്കുന്നത് എങ്കിൽ ആ 150 ഹോഴ്സ് പവർ നമുക്ക് കിട്ടത്തില്ല. കാര്യം അത് പറഞ്ഞിരിക്കുന്ന ഇന്ധനമല്ല ഉപയോഗിച്ചത്, അത് കണ്ടംപനേറ്റഡ് ആയി. ആ കണ്ടംപനേഷന് പകരമായിട്ട് പുക വരികയും വണ്ടി മാനുഫാക്ചേഴ്സ് പറയുന്ന രീതിയിൽ വണ്ടി വലിക്കാതെ വരികയും ചെയ്യും. നമ്മുടെ ശരീരം ഒരു വണ്ടി തന്നെയാണ്. ഈ ശരീരത്തെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കും നമ്മുടെ മാക്സിമം പവർ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അല്ല, നമ്മൾ ചെയ്യുന്നില്ല. ഇതിലുപരിയായിട്ടുള്ള ഒരു പവർ നമുക്കുണ്ട്, ഒരു ഊർജം നമുക്കുണ്ട്. അത് മെഡിറ്റേഷണൽ പവർ കൊണ്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ഈ ശരീരത്തിൽ ഉണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മുടെ ഇന്ധനം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് കണ്ടംപനേറ്റഡ് ആയി. ഇപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരം അങ്ങനെ പവിത്രീകരിച്ച് നമ്മൾ നിവേദിച്ച് കഴിക്കുന്നു. അതുവഴി നമ്മുടെ ശരീരം ശുദ്ധീകരിക്കപ്പെടുന്നു. അങ്ങനെയുള്ളാത്ത സാഹചര്യങ്ങളിൽ പോലും നമ്മൾ മന്ത്രങ്ങൾ ചെയ്തിട്ട് വേണം. ഇന്നലെ ആളിനെ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന മന്ത്രങ്ങളൊക്കെ അതിന് പ്രത്യേക അർത്ഥങ്ങളുണ്ട് കേട്ടോ. ഇങ്ങോട്ട് പിന്നെ ക്ലാസ് എടുക്കാൻ തുടങ്ങി. അർത്ഥങ്ങളുണ്ട്. അപ്പം ഇത്തരം മന്ത്രങ്ങൾ ചെല്ലുമ്പോൾ ശരീരത്തിലെ ചില കോശങ്ങൾ, ചില മണ്ഡലങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുമെന്ന് അദ്ദേഹം പറഞ്ഞു. മോഡേൺ സയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. ഈ മണ്ഡലങ്ങളെ ഒരുപക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം ആ ഒരു വൈബ്രേഷണൽ പവർ കൊണ്ട് ഈ മണ്ഡലങ്ങൾ വികസിക്കാൻ നോക്കും. അപ്പം അതിന്റെ ശരിയായ ഒരു ആക്ടിവേഷനിൽ എത്തും. അല്ലെങ്കിൽ അതുവരെ അത് ഉറങ്ങിക്കിടക്കും. അപ്പം അവിടെ ഈ മന്ത്രം നമ്മൾ യൂസ് ചെയ്യണം. ഈ പറയുന്ന മന്ത്രങ്ങൾ, അതായത് ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ നിവേദിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഈ മന്ത്രം ആദ്യം നമ്മൾ ഇത്തിരി ജലം കയ്യിലെടുത്ത് ജപിച്ചിട്ട് ആ ആഹാരത്തിലോട്ട് നമ്മൾ ഒഴിക്കണം. ഓം അപവിത്ര പവിത്രോവാ, ഓം അപവിത്ര പവിത്രോവാ, സർവ അവസ്ഥാം ഗതോ അപിവാ, ഓം അപവിത്ര പവിത്രോവാ, സർവ അഭിഷ്ടാൻ ഗതോ അപിവാ, യസ്മരേത് പുണ്ടരീകാക്ഷം, യസ്മരേത് പുണ്ടരീകാക്ഷം സ ബാഹ്യ ആഭ്യന്തര ശുചിഹി, സ ബാഹ്യ ആഭ്യന്തര ശുചിഹി. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരം നമുക്ക് എപ്പോഴും ചിലപ്പോൾ നിവേദിച്ച് കഴിക്കാൻ പറ്റുന്നില്ലായിരിക്കും. ചിലപ്പോൾ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ മറ്റുള്ള വീടുകളിൽ നമ്മൾ പോകുമായിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹോട്ടലുകളിൽ പോകുമായിരിക്കും. അപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ പവിത്രീകരിക്കേണ്ടതാണ്. ഈ ആഹാരം ഏത് വഴിയിലൂടെയൊക്കെയാണ് വന്ന് നമുക്കറിയത്തില്ല. അതിനും ഒരു കർമ്മബന്ധനങ്ങളുണ്ട്. ആ കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തിയായിട്ട് ആ ആഹാരത്തെ പവിത്രീകരിക്കാൻ നമ്മൾ ഈ മന്ത്രം നമ്മൾ ഉപയോഗിക്കുന്നു. ഓം അപവിത്ര പവിത്രോവാ, സർവ അവസ്ഥാം ഗതോ അഭിവാ, യസ്മരേത് പുണ്ടരീകാക്ഷം സ ബാഹ്യ ആഭ്യന്തര ശുചിഹി. ഈ മന്ത്രം ജപിച്ചിട്ട് മൂന്ന് പ്രാവശ്യം മന്ത്രം ജപിച്ചിട്ട് ഓം വിഷ്ണു വിഷ്ണു വിഷ്ണു, ഓം ശ്രീ വിഷ്ണു വിഷ്ണു വിഷ്ണു, ഇതും കൂടെ ജപിച്ചിട്ട് നമ്മൾ ആ ഒരു തുള്ളി വെള്ളം ആഹാരത്തിൽ തളിച്ചതിന് ശേഷം ആ ആഹാരം കഴിക്കുമ്പോൾ അത് പവിത്രീകരിക്കപ്പെടും. അങ്ങനെ പവിത്രീകരിച്ചിരിക്കുന്ന ആഹാരം നമ്മൾ കഴിക്കുന്ന വഴിയിലൂടെ നമ്മുടെ ശരീരം പവിത്രീകരിക്കും, നമ്മുടെ മനസ്സ് പവിത്രീകരിക്കും.
അങ്ങനെ മനസ്സ് പവിത്രീകരിക്കുമ്പോൾ ശരിയായ സ്വാത്വികമായ ബുദ്ധി നമുക്ക് ഡെവലപ്പ് ചെയ്യും. ആ ബുദ്ധിയിലൂടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു പെർഫെക്ഷൻ ഉണ്ടാകും. ഇത് ഭഗവാൻ കൃത്യമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് അർജുനനോട് പറയുന്നതാണ്. ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിലുള്ള പരിണത ഫലവും അർജുനനോട് പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ആരും എന്നെ പഴിചാരരുത്. ശാസ്ത്രം കൃത്യമാണ്. അതുകൊണ്ടാണ് യഥാർത്ഥ ആചാര്യനെ നമ്മൾ സ്വീകരിക്കണമെന്ന് പറയുന്നത്. പ്ലാറ്റ്ഫോം അനുസരിച്ചിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന ഗുരുക്കന്മാർ ഓരോ പ്ലാറ്റ്ഫോമിന്റെ പബ്ലിക് അനുസരിച്ചിട്ട് വാക്കുകൾ മാറ്റി സംസാരിക്കും. ഒരിടത്ത് എന്ന് പറയും, മറ്റൊരിടത്ത് വേറൊന്ന് പറയും. ഇവിടെ അതല്ല, ശാസ്ത്രം മാറ്റാനുള്ളതല്ല. അതുകൊണ്ട് ശ്രീമദ് മഹാഭാഗവതത്തില് വീണ്ടും ഭഗവാൻ ബ്രഹ്മാവിനോട് ഒരു ശ്ലോകം പറയുന്നുണ്ട്. അതും കൂടെ നമുക്ക് നോക്കി നിർത്താം. ഹൃദേ അർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ചാത്മനി തദ്വിദ്യാത്മനോ മായാം യഥാഭാസോ യഥാ തമഹ. ഇത് കൊട്ടിത് വെച്ചേ ഭാഗവതത്തിലെ 2ാമത്തെ സ്കന്ധത്തില്, ദ്വിതീയ സ്കന്ധത്തില് 9ാമത്തെ അധ്യായത്തില് 34ാമത്തെ ശ്ലോകത്തിലാണ് ഇത് പറയുന്നത്. SB 2.9.34. SB 2.9.34. ഹൃദേ അർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ച ആത്മനി തദ്വിദ്യ ആത്മനോ മായാം യഥാഭാസോ യഥാ തമഹ. അല്ലയോ ബ്രഹ്മദേവ, ഭഗവാൻ പറയുകയാണ്, അല്ലയോ ബ്രഹ്മദേവ, എന്തു തന്നെ മൂല്യമുള്ളതായാലും അതിനെ എന്നോട് ബന്ധപ്പെടാത്ത പക്ഷം അതിന് വാസ്തവികത്വം ഉണ്ടായിരിക്കുകയില്ല, അതിന് റിയാലിറ്റി ഉണ്ടായിരിക്കുകയില്ല. അതിനെ എന്റെ മായാമയ ശക്തിയായി അറിയുക. അതൊരു മായയാണ്, ഒരു ഡെലൂഷൻ ആണെന്ന് മാത്രം നീ അറിയുക. അന്ധകാരത്തിലെ പ്രതിഫലനം പോലെ അത് കാണായി വരുന്നു. ഒരു മിന്നാമിനിങ്ങിനെ പോലെ മാത്രമാണ് കാണുന്നത്. യഥാർത്ഥ ഒരു തിളക്കം ആയിരിക്കത്തില്ല നീ കാണുന്നത്. അത് വെറും ഒരു മിന്നാമിനിങ്ങിയായിരിക്കും. ഏതൊരു കാര്യത്തിനെയും എന്നോട് ബന്ധപ്പെടാത്ത പക്ഷം. അതുകൊണ്ട് അർജുന, നീ എനിക്ക് വേണ്ടിയിട്ട് കർമ്മം ചെയ്യണം. യത് കരോഷി യദസ്നാസി യജ്ജുഘോഷി യദാസി യത് തപസ്യസ്യ കൗന്ദേയ തത് കുരുഷ്വമതർപ്പണം. നീ എന്ത് പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും, നീ എന്ത് ദാനം ചെയ്തു കഴിഞ്ഞാലും, നീ എന്ത് ഭക്ഷിച്ചു കഴിഞ്ഞാലും അത് അർജുന നീ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യണമെന്ന് നമുക്ക് വേണ്ടിയിട്ട് ഭഗവാൻ പറയും. അങ്ങനെ പറയുമ്പോൾ ഇവിടെയാണ് എങ്ങനെയാണ് കർമ്മയോഗത്തിലെ കർമ്മകാണ്ഡത്തിൽ നിന്നും കർമ്മയോഗത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരണം, ആ ഡൈവേർഷൻ പോയിന്റ് എന്താണെന്ന് നമ്മൾ പറയും. എപ്പോഴും ഞാൻ കൂട്ടിയുള്ളതാണ്, ഗുരുമഹാരാജന്റെ പരംപൂജനീയ ജയപതാക സ്വാമിയോട് ഒരു ദിവസം അദ്ദേഹത്തിന്റെ ആസ്പത്രി വാസത്തിന്റെ ഇടയ്ക്ക്, ഡൽഹിയിലെ ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നു, ആ നഴ്സുമാര് ആ ഗുരുമഹാരാജനോട് ചോദിച്ചത്, നിങ്ങൾ ആൾക്കാരെ കൺവേർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ കൺവേർഷൻ ആണോ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഗുരു മഹാരാജ് പറഞ്ഞു, നോ, വി ആർ കൺവിൻസിങ് ദം. നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതിനനുസരിച്ചിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ആരാണ്, നമ്മുടെ ധർമ്മം എന്താണ്, നമ്മൾ എന്തുകൊണ്ട് ജനിച്ചു. നമ്മൾ അസൂയാലുക്കൾ, ആക്ച്വലി അസൂയാലുക്കളായതുകൊണ്ടാണ് നമ്മൾ ഭൂമിയിൽ വീണ്ടും ജനിക്കേണ്ടി വരുന്നത്. നമ്മളൊരു കാലത്ത് ദേവന്മാരായിരുന്നു, ഭഗവാനോടുള്ള അസൂയയാണ്. അവിടെ വരുമ്പോഴാണ് ഭക്തിയുത സേവനത്തെ പറ്റി നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഭക്തിയുത സേവനത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എങ്ങനെയായിരിക്കണം ഭക്തിയുത സേവനം? എല്ലാവരും ഭക്തിയുത സേവനം ചെയ്യുന്നുണ്ട്. ഞാൻ ഉൾപ്പെടെ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലുള്ള എല്ലാവരും ഭക്തിയുത സേവനം ചെയ്യുന്നുണ്ട്. വളരെ ശ്രേഷ്ഠമായ ഭക്തിയുത സേവനം ചെയ്യുന്നുണ്ട്. 24 മണിക്കൂറും ജപിക്കുന്നുണ്ട്, 24 മണിക്കൂറും നിവേദിക്കുന്നുണ്ട്, 24 മണിക്കൂറും ഭഗവാൻ ഭഗവാൻ എന്ന് പറയുന്നുണ്ട്, ഉച്ചരിക്കുന്നുണ്ട്. പക്ഷേ സ്വന്തം മനസ്സിനോട് ചോദിക്കണം, നമ്മൾ അസൂയാരഹിതമായ ഭക്തിയുത സേവനമാണോ ചെയ്യുന്നതെന്നുള്ളത്. ഭക്തിയുത സേവനം അതിൻ്റെ ശ്രേഷ്ഠമായ പദവിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്തിയുത സേവനം അസൂയാരഹിതമായിരിക്കണം. മത്സരത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അസൂയ അടിസ്ഥാനത്തിലോ ചെയ്യേണ്ടതുള്ളതല്ല ഭക്തിയുത സേവനം. ഒരിക്കല് ഞാനൊരിടത്ത് പ്രസാദം വിളമ്പിക്കൊണ്ടിരിക്കുക. ഞാനൊരു അനുഭവിച്ച ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് പറയുക. പ്രസാദം വിളമ്പിക്കൊണ്ടിരിക്കുന്നു.
അവിടെ മറ്റുള്ളവരും പ്രസാദം വിളമ്പുന്നുണ്ട്. ഒരു മാതാജി അവിടെ പ്രസാദം വിളമ്പുന്നു. അവിടെ ഇരിക്കുന്ന ഒരാൾ, ഡിവോട്ടി ആയിരിക്കട്ടെ ആരോ ആയിരിക്കട്ടെ, പക്ഷേ അദ്ദേഹം അവിടെ ഇരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രസാദം കഴിക്കാനാണ് അവിടെ ഇരിക്കുന്നത്. എന്തോ ചെറിയ ഒരു മാനസിക എന്തോ അടുപ്പക്കുറവോ എന്തോ എനിക്ക് അറിയില്ല. പ്രസാദം വിളമ്പിക്കൊണ്ടിരിക്കുന്ന പ്രസാദം ആ ഇരിക്കുന്ന ആളുടെ മുൻപ് വരെ വിളമ്പിയിട്ട് ഇവിടെ വിളമ്പി കൊടുക്കാതെ പോയി. അദ്ദേഹത്തിന്റെ കണ്ണ് നിറയുന്നത് കണ്ടു ഞാൻ. അത് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് ഞാനാണ് അവിടെ കൊണ്ടുവന്ന് വിളമ്പി കൊടുക്കുന്നത്. അത്തരം സിറ്റുവേഷൻ അത് ഒരു ഭക്തിത സേവനമാകുന്നില്ല. നമ്മൾ ചിന്തിക്കേണ്ട കോൺഷ്യസ് അവിടെ ഫിസിക്കലി നമ്മൾ അസൂയാലുവായി നമ്മൾ കോൺഷ്യസ് ആയി ഞാൻ വിളമ്പുന്നു അല്ല ചിന്തിക്കേണ്ടത്. ഞാൻ കൊടുക്കുന്നത് പ്രസാദമാണ് കൊടുക്കേണ്ടത്. പ്രഭുപാദര് അമേരിക്കയില് ചെത്തിയപ്പോൾ ഇത്രയും ഹിപ്പികള്, അസാന്മാർഗികള്, മദ്യപിക്കുന്നവര്, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവര്, സ്ത്രീസംഘം കൂടുന്നവര്, ഇവരെയെല്ലാം നേരെയാക്കിയത് പ്രസാദം കൊടുത്തിട്ടാണ്. പ്രസാദം കൊടുക്കുന്നതിൽ അല്ലെങ്കിൽ ഭക്തിയുത സേവനത്തിൽ അസൂയ പാടില്ല. അസൂയാരഹിതമായ ഭക്തിയുത സേവനത്തിലൂടെ മാത്രമേ നമുക്ക് പരിപൂർണതയിൽ എത്താൻ കഴിയുകയുള്ളൂ എന്നും ഈ കർമ്മയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നു. ഹരേ കൃഷ്ണ. ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും. ഹരേ കൃഷ്ണ. പറയാം. രാജീവ് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആക്ഷേപങ്ങളൊന്നും ഇല്ല പ്രഭു. എന്നാലും പ്രഭു പറയൂ, നമ്മളതിന്റെ കൂടെ പറയാം. അവൻ പ്രഭു പറയൂ എന്ന് പറയുമ്പോൾ നേരെ ജയപ്രകാശ് എടുത്ത് പറയും. പറയൂ പ്രഭു. നമ്മൾ ഇത്രയും വായിച്ചത് നമ്മൾ 10 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങള് കർമ്മയോഗത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് നമ്മുടെ അഭിപ്രായം? എന്താണ് നമ്മൾ എന്ത് തോന്നുന്നു? ഹരേ കൃഷ്ണ. യജ്ഞം ചെയ്തുകൊണ്ടേയിരിക്കുക. യജ്ഞം ചെയ്തുകൊണ്ടേയിരിക്കണം. കൃഷ്ണാവബോധത്തിൽ മുഴുകുക, പരമപ്രാപ്തിയിലെത്തുക. സത്യം, സത്യം. ഹരേ കൃഷ്ണ. നിവേദില്ലേ അവിടെ? നിവേദ അമ്മയാണ് ഇന്ന്. ഹരേ കൃഷ്ണ. സന്തോഷം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാനുണ്ട്. ഉണ്ട്. ഇന്നെന്തെങ്കിലും പറയാനുണ്ടോ? ഇന്നെന്തെങ്കിലും പറയാനുണ്ടോ? ഒരു ചെറിയൊരു സ്റ്റോറി പറയാം, ലൈക്ക് അബൌട്ട് കർമ്മ. പറയൂ. സോ വൺസ് ഗരുഡൻ കൈലാസത്തിൽ പോയി. സോ ദർ ഹി വാസ് വെയിറ്റിംഗ് അറ്റ് ദി എൻട്രൻസ്. അപ്പം കൈലാസത്തിന്റെ ബ്യൂട്ടി കണ്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. സോ അവിടെ ഒരു ചെറിയൊരു നല്ല ഭംഗിയുള്ളൊരു പക്ഷിയെ കണ്ടു. ഗരുഡൻ അപ്പൊ തന്നെ വിചാരിച്ചു, വാവ്, ഇത് നല്ല ഭംഗിയുള്ള ഇതാണ് എന്ന് വിചാരിച്ച് അതിനെ ഫുൾ പ്രൈസ് ചെയ്യാൻ തുടങ്ങി. ആ സമയം അതേ സമയത്തില് കാലൻ വന്നു. അവിടെ യമരാജൻ വന്ന് യമരാജൻ കൈലാസത്തിലോട്ട് പോവുകയാണ്. ആ സമയം ആ പക്ഷിയെ നോക്കി ഒന്നൊരു കൺഫ്യൂസിങ് സ്റ്റേറ്റിൽ ഒന്ന് നോക്കി. ആ സെയിം എന്നിട്ട് കൈലാസത്തിലോട്ട് പോയി. അപ്പൊ ഗരുഡന് പേടി വന്നു പെട്ടെന്ന്. ഭയങ്കര എന്ന് വെച്ചാൽ ഒരു ഗരുഡൻ എന്ന് പറയുമ്പോൾ മഹാവിഷ്ണുയുടെ വാഹനമാണ്. ഒരു മെറ്റീരിയൽ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞ ഒന്നുമില്ല. പക്ഷെ ആ പക്ഷിയെ കണ്ടിട്ട് ഒരു ഇച്ചിരി നേരത്തേക്ക് ഒരു ലവ് തോന്നി. അറ്റ് ദാറ്റ് ടൈം യമരാജൻ പോയപ്പോ കണ്ടു ഗരുഡൻ ഭയങ്കരമായിട്ട് പേടിക്കാൻ തുടങ്ങി. ഗരുഡൻ അതേ ഇതിലെടുത്ത് ഫുൾ സ്പീഡില് പക്ഷിയെ എടുത്തുകൊണ്ട് ഒരു കാട്ടിൽ കൊണ്ട് നിർത്തി. അവിടെ നിർത്തി കഴിഞ്ഞ് തിരിച്ച് കൈലാസത്തിൽ വന്ന് എൻട്രൻസിൽ തന്നെ നിന്നു. ആ സമയത്ത് യമരാജൻ തിരിച്ചു വരുന്ന കണ്ടു. അപ്പൊ ചോദിക്കും, യമരാജന്റെ അടുത്ത് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ആ പക്ഷിയെ നോക്കിയില്ലേ ഒരു കൺഫ്യൂസിങ് ഇതില്, അതെന്തിനായിരുന്നു ആ നോട്ടം? അപ്പൊ യമരാജൻ പറയാണ്, ഇവിടുന്ന് ആയിരക്കണക്കിന് ഇത് ദൂരമുള്ള ഒരു കാട്ടില്
ആ പക്ഷി ഒരു പൈത്തൻ ആ പക്ഷിയെ വിഴുങ്ങുമെന്നാണ് ഞാൻ കണ്ടത്. ആ പക്ഷിയെ നോക്കിയപ്പോ അതൊരു 2 minutes 3 minutes ജീവിച്ചിരിക്കുള്ളായിരുന്നു. ബട്ട് കൈലാസത്തിൽ നിന്ന് അങ്ങനത്തെ ഒരു സർപ്പങ്ങളും കൈലാസത്തിൽ ഇല്ല. എങ്ങനെ അത് മരിക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ പോയത്. ഇപ്പൊ അതിനെ കാണുന്നില്ലല്ലോ, അത് എങ്ങനെയെങ്കിലും മരിച്ചു കാണുമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഗരുഡന് മനസ്സിലായത് ദാറ്റ്സ് കർമ്മ. നമുക്ക് വാട്ട് ഗരുഡ ഡിഡ് കോസ്റ്റ് ദ ബേർഡ് ടു ഡൈ. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. നമ്മുടെ ജീവിതത്തിന്റെ കർമ്മ പ്രതികരണങ്ങൾ ഭയങ്കര ആണ്. ഒരു ചെറിയൊരു കഥ പറയാം ഇത് പറയുമ്പോൾ. അതായത് ഭഗവാനെ ഈ ക്ഷേത്രത്തിൽ ക്ലീൻ ചെയ്യാൻ വരുന്ന ഒരാളുണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ കഥ കേട്ടിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും പറയാം. ആ ഭഗവാനെ വൃത്തിയാക്കി അവിടെ ആ ക്ഷേത്രമൊക്കെ വൃത്തിയാക്കാൻ വരുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പൊ ആള് ചിന്തിച്ചു, ഞാനാണെങ്കിൽ ഇരിക്കുകയും നടക്കുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കൃഷ്ണൻ, ഈ വിഗ്രഹം ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു മടുപ്പും ഉണ്ടാവത്തില്ലേ, കാലും കൈയും ഒന്നും കഴക്കത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഒരു ദിവസം ചിന്തിക്കും, ഒരു ദിവസം ഈ ബാല്യക്കാരൻ, ഈ വൃത്തിയാക്കുന്നയാള് കൃഷ്ണനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, കുറച്ച് നേരത്തേക്ക് പോയി വിശ്രമിക്ക്, ഞാൻ ഇങ്ങനെ നിന്നോളാം എന്ന് പറഞ്ഞു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, പ്രയാസമാണ്, ഇല്ല കുറച്ചു നേരത്തേക്കല്ലേ ഉള്ളു കാര്യം, ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഫ്ലൂട്ടും പിടിച്ചുകൊണ്ട് അവൻ കൃഷ്ണൻ നിബന്ധന പറഞ്ഞു, ഡിസിഷൻ ഒന്നും എടുക്കരുത്, ഞാൻ നിന്നാ മാത്രം മതി എന്ന് പറഞ്ഞു. ഓ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വലിയൊരു ധനികൻ വരുന്നത്. ധനികൻ വന്നിട്ട് അദ്ദേഹത്തിന്റെ നന്ദിയൊക്കെ പറഞ്ഞിട്ട് കുറെ ധനം വെച്ചിട്ട് പോയി. അപ്പോഴാണ് വെറും പാവപ്പെട്ടവൻ, ഒരു കൊള്ളക്കാരനായിരിക്കാം, അല്ലെങ്കിൽ പാവപ്പെട്ടവൻ വന്നിട്ട് അവിടെ വന്നിട്ട്, എന്നെ എന്നും പട്ടിണിക്കാണ് ഇടുന്നത്, ഒരു ചില്ലി പൈസ അങ്ങ് എനിക്ക് തരുന്നില്ല, ഇന്നും ഞാൻ പട്ടിണിയാണ് എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ആവരാതി പറഞ്ഞിട്ട് നോക്കുമ്പോഴാണ് കുറെ ധനം അവിടെ ഇരിക്കുന്നത്. ഇത് എനിക്ക് തന്നിരിക്കുന്നതാണ്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്നും വന്ന് ഇന്ന് എന്തായാലും ഇത് എനിക്കുള്ളതാണെന്ന് കൊണ്ട് ഇദ്ദേഹം ഇതെടുത്തുകൊണ്ട് പോയി. മൂന്നാമതൊരാള് കപ്പൽ ജോലിക്കാരൻ. ആ കപ്പൽ ജോലിക്കാരൻ ഇന്ന് അദ്ദേഹത്തിന്റെ ജോലിക്ക് പോവുകയാണ്, കപ്പലിലേക്ക് പോവുകയാണ്, പിന്നെ അതുകൊണ്ട് അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം അവിടുന്ന് വാഹനത്തൊഴുകിട്ട് പോവുകയാണ്. ആ സമയത്താണ് അവിടെ നിൽക്കുന്ന വ്യക്തി, ഭഗവാനെ പൂജിക്കുന്ന ഒരു പൂജാരി, ഈ ധനം വെച്ചത് കാണുന്നില്ല എന്നുള്ള ബോധ്യം വരുന്നത്. അപ്പൊ അവസാനം പോയതാരാ? അവസാനം വന്നതാരാ? തൊഴാൻ വന്നതാരാ? കപ്പലിലെ ജോലിക്കാരൻ. പറഞ്ഞു. അപ്പം അവര് ധരിച്ചു ഇയാളാണ് ഇത് എടുത്തുകൊണ്ട് പോയതെന്ന് പറഞ്ഞിട്ട് ഇയാളെ പിടിച്ചുകൊണ്ടു. കൃഷ്ണനായിട്ട് അവിടെ ആ വൃത്തിയാക്കുന്ന ആൾ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു. ഒന്നും അറിയാത്ത ആളിനെ പിടിച്ച് ശിക്ഷിക്കുകയാണ്. എടുത്തുകൊണ്ട് പോയത് രണ്ടാമത് വന്ന ആളാണ്. ഇയാളെ വിളിച്ചു കൂവി, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ കണ്ടോണ്ടിരുന്നതാണ്, ഇത് എടുത്തോണ്ട് പോയത് രണ്ടാമത് വന്ന ആളാണെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തെ വെറുതെ വിട്ടു. ഈ ആളിനെ പിടിക്കാനായിട്ട് പോയി. അങ്ങനെ അദ്ദേഹത്തെ പിടിച്ച് വീണ്ടും കൊണ്ടുവന്നു, അദ്ദേഹത്തിനെ കള്ളനാക്കി ശിക്ഷിക്കുന്നു. കൃഷ്ണൻ തിരിച്ചു വന്നു. ഇതെല്ലാം കഴിഞ്ഞ് സീനെല്ലാം കഴിഞ്ഞ് കൃഷ്ണൻ തിരിച്ചു വന്നു. എന്താണ്, സുഖകരമാണോ നിന്നതെന്ന് ചോദിച്ചു. പ്രയാസമാണെന്ന് പറഞ്ഞു. എന്താണ് സംഗതി? ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. എന്തെങ്കിലും ഡിസിഷൻ എടുത്തായിരുന്നോ? ഡിസിഷൻ എടുക്കുന്നില്ല എന്ന് ചിന്തിച്ചെങ്കിലും ഞാൻ അറിയാതെ ഡിസിഷൻ എടുത്തുപോയി. ഞാൻ സത്യം തുറന്നു പറഞ്ഞു. ആ കപ്പലിലെ ജോലിക്കാരനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് രണ്ടാമത് വന്ന ആളാണ് ഇത് എടുത്തുകൊണ്ട് പോയെന്ന് ഞാൻ സത്യം തുറന്നു. ഞാൻ പറഞ്ഞില്ലേ ഡിസിഷൻ എടുക്കരുതെന്ന്? എല്ലാം ബാലൻസും പോയില്ലേ എന്ന് ചോദിച്ചു. എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ബാലൻസ്? ആ കപ്പൽ ജോലിക്കാരനെ ഇവര് കള്ളനെന്ന് മുദ്രകത്തി പിടിച്ചിരുന്നെങ്കിൽ അന്നത്തെ ദിവസം ആ കപ്പൽ അപകടം വന്നിരുന്നു, കാറ്റത്ത് പെട്ടുപോയി, ഇദ്ദേഹം രക്ഷപ്പെടുമായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ആളുടെ പട്ടിണി മാറുമായിരുന്നു.
ഈ ഡയറക്ഷൻ നമുക്കറിയത്തില്ല. ശരി ഏത് തെറ്റേതെന്ന് നമുക്കറിയില്ല. ശരിയും തെറ്റും നമുക്ക് വിഭജിച്ചറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാനെ ശരണം പ്രാപിക്കണം, ഗുരുവിനെ സറണ്ടർ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. ഹരേ കൃഷ്ണ. സുശീം പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. പറഞ്ഞു. നമ്മുടെ സിസ്റ്റം ശരിയായി തുടർന്ന് പോകണം എന്നുള്ളതാണ് ഉദ്ദേശം. പ്രസാദം ഓഫറിങ് അത് തന്നെ നമ്മളെ ബുദ്ധിയുടെ പല സ്ഥലവും വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നു. അത് പ്രഭു പറഞ്ഞ ശരിയാണ്. അപ്പൊ അത് ഹരേ കൃഷ്ണ ഇത് എല്ലാവരും ചെയ്യുമെന്ന് ഒരുപാട് ഡെയിലി ലൈഫിൽ അത് ഗുണം ചെയ്യും. പിള്ളേരുടെ തലയെല്ലാം നേരെ ഇരിക്കും, അങ്ങനെയുള്ള ആഹാരമൊക്കെ കഴിക്കും. നമ്മൾ കഴിക്കുന്നതിലാണല്ലോ പ്രശ്നം വരുന്നത് കൂടുതൽ. നാട്ടിലൊക്കെ കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുന്നത് മദ്യപാനം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ്. ഒഴിവായാൽ അപ്പൊ ഇങ്ങനെ സിസ്റ്റം വരുമ്പം എല്ലാം ഒഴിവാകും. മത്സ്യവും മാംസവും ഇതെല്ലാം ഒഴിവാകും. ഓഫർ ചെയ്യുന്ന ഫുഡ് കഴിക്കുന്നു. അപ്പം കാര്യങ്ങളൊക്കെ നേരെ പോകും. അതാണ് നമ്മളെ അനുഭവം. കാര്യങ്ങളൊക്കെ നേരെ പോകുന്ന പറഞ്ഞത് പൈസ കിട്ടുമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ശാന്തി. അതെ അതെ അതെ, ശാന്തി കിട്ടും. എന്തായിരുന്നു? ജീവിതത്തിൽ സമാധാനം. അപ്പൊ ആ ഒരു പ്രോസസ്സ് ചെയ്തു പോയാൽ ആളുകൾക്ക് തലയ്ക്ക് കുറച്ച് വെളിവ് വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്ഥിതപ്രജ്ഞരാവും എന്നർത്ഥം. സ്ഥിതപ്രജ്ഞനാകും. അതെ, രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചതാണ്. ആ രണ്ടാമത്തെ അധ്യായത്തിന്റെ കാതലായ അംശം തന്നെ എങ്ങനെയാണ് സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാകാം എന്നുള്ളത്. അതെ, അല്ലെങ്കിൽ വെറുതെ നമ്മൾ പ്രശ്നങ്ങളിലൂടെ പോകും. പ്രശ്നങ്ങൾ കൂടുതൽ നമ്മൾ അറിയാതെ ഉണ്ടാവും. ദുഃഖഭാവം എപ്പോഴും നമ്മളെ മുഖത്തുണ്ടാവും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിന്ന് വെളി വരാൻ പറ്റും ഈ ഒരു പ്രോസസ് ശരിയായ രീതിയിൽ ചെയ്തു പോയാൽ. അതാണ് എനിക്ക് തോന്നുന്നത്. സത്യം. ഇന്ന് രാജ്മോഹൻ പ്രഭു വായിച്ചില്ലല്ലോ, ഒന്നും ശ്ലോകമൊന്നും വായിച്ചില്ലല്ലോ. ദൂരെ നിന്ന് ഒരു തല മാത്രം കാണുന്നു. വിപിൻ പ്രഭു എന്ത് പറയുന്നു? വിപിൻ പ്രഭു മ്യൂട്ടാണ്. വിസ്മയ എവിടെ? ഇവിടെ ഉണ്ട് പ്രഭു. ഹരേ കൃഷ്ണ. ഇവിടെ അടുത്തുണ്ട്. എവിടെ? കണ്ടില്ല. ഹലോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്താ അവിടെ എടുത്തോണ്ടിരിക്കുന്നത്? കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. പരീക്ഷണമല്ലല്ലോ, ലാബിൽ തീർത്തല്ലോ. ലാബിൽ തരുന്നൊന്നും കഴിക്കരുത് കേട്ടോ. അതൊക്കെ ടെസ്റ്റ് ചെയ്ത് അച്ഛൻ ടെസ്റ്റ് ചെയ്തോളും. അച്ഛൻ ടെസ്റ്റ് ചെയ്തിട്ടേ കഴിക്കാവൂ കേട്ടോ, വാക്സിൻ എടുക്കുന്നത് കേട്ടോ. ഹരേ കൃഷ്ണ. രാജമോഹൻജി പറഞ്ഞോളൂ. ചേട്ടൻ എവിടെ? ചേച്ചി തുടർ കാര്യങ്ങൾ പറയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡോർ ഓപ്പൺ ചെയ്യാൻ പോയി. ഓക്കെ, ചേച്ചിക്ക് പറയാം എന്താണെന്നുള്ളത്. നമ്മള് ഇത് ഭഗവാൻ പറയുന്ന രീതിയിൽ, അതായത് സ്വാത്വികമായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്കൊരു പിന്നീടുള്ള ജീവിതകാലം നന്നായിട്ട് ജീവിക്കാമെന്നാണ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഭഗവാനിൽ അർപ്പിച്ച് നമ്മളുടെ ഏത് കാര്യവും ചെയ്താല് അതിനുള്ള ഒരു നമുക്കതിനുള്ള ഒരു എന്താ പറയാ ഉണർവുണ്ടാവും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സ് ക്ലിയർ ആവും, മനസ്സ് ശുദ്ധീകരിക്കും, അതിനനുസരിച്ചിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ടാകും, നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ നമുക്കുണ്ടാവും.
ആ ഇൻഫ്രാസ്ട്രക്ചറിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ പറ്റും. ഇല്ലെങ്കിൽ പ്രഭുപാദർ പറയുന്നതിന്റെ കൂട്ട് പട്ടിയും ജീവിക്കുന്നുണ്ട്, നായയും ജീവിക്കുന്നുണ്ട്, നമ്മളും ജീവിക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷന്റെ ഓവർബ്രിഡ്ജിന്റെ അടിയിൽ മനുഷ്യർ താമസിക്കുന്നുണ്ട്, നമ്മളും താമസിക്കുന്നുണ്ട്. ഇവരൊന്നും യാതൊരു വ്യത്യാസവും നമ്മൾ ഇല്ല. അപ്പം ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം വേണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആ ലക്ഷ്യബോധമാണ് 3-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. കർമ്മയോഗം. ഹരേ കൃഷ്ണ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പോവാണോ? കൂടുതൽ കാര്യങ്ങൾ വിശക്കുന്നു. പറയാനുള്ളത്, അടുത്ത വെള്ളിയാഴ്ച 7:30 1 മണിക്കൂറേ ഉള്ളൂ, ഒരു സ്പെഷ്യൽ സെഷനാണ് കുന്തി ദേവിയുടെ പ്രാർത്ഥനകൾ എന്നൊരു സ്പെഷ്യൽ സെഷൻ വെച്ചിരിക്കുകയാണ്. എല്ലാവരും പങ്കെടുക്കാൻ. അപ്പം ഈ ഒരു സെഷനിലേക്ക് സ്ഥിരമായിട്ടൊരു ക്ലാസ് അല്ലല്ലോ, അതുകൊണ്ട് ഒരു സ്പെഷ്യൽ സെഷൻ ആയതുകൊണ്ട് നമുക്ക് സുഹൃത്തുക്കളെയോ അഭ്യുദയകാംക്ഷികളെയോ ഒക്കെ വിളിക്കാം. കുന്തി ദേവിയുടെ പ്രാർത്ഥനകൾ 1 മണിക്കൂർ കൊണ്ട് തന്നെ കൃത്യമായിട്ട് തരും. നമ്മൾ രാമായണം ചെയ്തിട്ട് കൃത്യം 1 മണിക്കൂർ, ആ 1 മണിക്കൂർ കൊണ്ട് കാര്യങ്ങൾ തീരും. സെക്കൻഡ് പാർട്ടില്ല, ഒരു ഫസ്റ്റ് പാർട്ട് കൊണ്ട് തന്നെ ആ കുന്തി ദേവിയുടെ പ്രാർത്ഥനകളെ പറ്റി നമ്മൾ ചെയ്യുകയാണ്. പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. സുതേസുതം ദേവം കംസചാരൂണമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. കാർത്യായനി മഹാമായേ മഹായോഗീ നദീശ്വരി നന്ദഗോപസുതം ദേവം പത്മേ കുരുതേ നമഃ. ശ്രീകൃഷ്ണ ശരണം മമ ദാസോഹം കൃഷ്ണതവാസ്മി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരേ കൃഷ്ണ. നിവേദ്, സൂപ്പറായിരുന്നു സ്റ്റോറി. ഹരേ കൃഷ്ണ. വീണ്ടും ഇതുപോലെ വീണ്ടും വരിക. ഞാൻ കഴിഞ്ഞ ആഴ്ച എന്തോ പറഞ്ഞായിരുന്നു, കീർത്തനയെ നന്ദനടുത്തൊക്കെ പറഞ്ഞിരുന്നു. അടുത്ത ആഴ്ച വീണ്ടും റിലേറ്റഡ് ആയിട്ടുള്ളത് എന്തെങ്കിലും നോക്കി കൃത്യമായിട്ട് വരണം. ഇനിയുള്ള നാളുകൾ ഞങ്ങളല്ല ഈ ഉപദേശം കൊടുക്കേണ്ടത്, അതാദ്യം ചിന്തിക്കണം.